പ്രിയപ്പെട്ട കുട്ടികളെ, എച്ച് മാത്സ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം പെയർ ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ 16ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. 17 ട്രോഫീസ് ആൻഡ് 16 മെഡൽസ് കോസ്റ്റ് ₹2,180 rupees. 16 trophies and 17 medal cost ₹2,110. What is the cost of one trophy? What is the cost of one medal? അപ്പോൾ ഒരു കടയിൽ പോയി 17 ട്രോഫിയും 16 മെഡലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ആകെ 2,180 രൂപ കൊടുക്കണം. അതുപോലെ തന്നെ 16 ട്രോഫിയും 17 മെഡലുമാണ് മേടിച്ചിരുന്നതെങ്കിൽ 2,110 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു ട്രോഫിക്ക് എത്ര വിലയാണ്, ഒരു മെഡലിന് എത്ര വിലയാണ്? അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ 2 വേരിയബിൾ എടുത്തുള്ള പ്രോസസ് ആണെങ്കിൽ ലെറ്റ് കോസ്റ്റ് ഓഫ് 1 trophy is equal to X and cost of 1 medal is equal to Y rupees. അപ്പോൾ ഒരു ട്രോഫിക്ക് എന്ത് വില, ഒരു മെഡലിന് എന്ത് വില എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ട്രോഫിക്ക് X rupees-നും ഒരു മെഡലിന് Y rupees-നും. ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? 17 trophies and 16 medals. ഒരു ട്രോഫിക്ക് X rupees ആകുമ്പോൾ 17 ട്രോഫിക്ക് എന്ത് വരും? 17X rupees. ശരിയല്ലേ? അതുപോലെ ഒരു മെഡലിന് Y rupees ആണ്. അപ്പോൾ 16 മെഡലിന് എന്ത് വരും? 16Y rupees. അപ്പോൾ നമുക്ക് ഈ ക്യാഷ് എന്ത് വരും? 17X plus 16Y is the total cost and that is given 2,180 rupees. So we have the first condition is 17X plus 16Y equal to 2,180. So we got one equation. അതുപോലെ സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? 16 ട്രോഫീസ്, ഒരു ട്രോഫിക്ക് X rupees. 16 ട്രോഫിക്ക് 16X rupees. ഒരു മെഡലിന് Y rupees. അപ്പോൾ 17 മെഡലിന് 17Y rupees. അപ്പോൾ we have 16X plus 17Y equal to 2,110. We have two equations. ഇവിടെ എന്താ പ്രശ്നം നോക്കിക്കേ. ഇവിടെ 17 ആണ്, ഇവിടെ 16 ആണ്, ഇവിടെ 16 ആണ്, ഇവിടെ 17 ആണ്. ഇതിപ്പോ ഒന്നുകിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കണമെങ്കിൽ, എക്സിന്റെ എണ്ണം തുല്യമാക്കണമെങ്കിൽ ഈ 16 കൊണ്ട് 17 ഗുണിക്കണം, അല്ലെ? 17 കൊണ്ട് 16 ഗുണിക്കണം. ഇച്ചിരി വലിയ നമ്പർ ആവും. ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റും ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റും സെയിം ആണ്, ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റും ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റും സെയിം ആണ്. അങ്ങനെയുള്ള ഒരു കേസിൽ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താ എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യാം. 17Xഉം 16Xഉം കൂടി ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യുക. 16Yയും 17Yയും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 16 17 ആഡ് ചെയ്യുമ്പോൾ 33. അപ്പോൾ 33X പ്ലസ് 33Y ഈക്വൽ ടു ഇത് ആഡ് ചെയ്ത് എഴുതാം. അപ്പോൾ എന്ത് കിട്ടും നോക്കിയേ? 33X പ്ലസ് 33Y ഈസ് ഈക്വൽ ടു 4,290. അതായത് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടി അങ്ങോട്ട് ആഡ് ചെയ്തപ്പോൾ 17ഉം 16ഉം ആഡ് ചെയ്താൽ 33 ആണ്. അപ്പോൾ 33X പ്ലസ് 33Y ഈക്വൽ ടു ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 4,290 എന്ന് കിട്ടും. ഈ കേസിൽ ഇവിടെ 33 എല്ലാത്തിലും കോമൺ ആണ്, കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ എത്ര 33 കൊണ്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 33Xനെ 33 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 33Yയെ 33 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 4,290നെ 33 കൊണ്ട്. ഇവിടെ എന്ത് കിട്ടും? 33 ക്യാൻസൽ ആവും X, ഇവിടെ 33 ക്യാൻസൽ ആവും Y. അപ്പോൾ X പ്ലസ് Y ഈക്വൽ ടു ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 130 എന്ന് കിട്ടും. 4,290നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 33 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 130. സോ വി ഹാവ് X പ്ലസ് Y ഈക്വൽ ടു 130. കണ്ടോ? ഇതുപോലെ ഒരു സിമ്പിൾ ഇക്വേഷനായി. ഇതൊരു ഇക്വേഷൻ വേണം. ഇത് നമ്മൾ അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുക. അതായത് 17Xന്ന് 16X സബ്ട്രാക്ട് ചെയ്യുക, 16Y 17Y സബ്ട്രാക്ട് ചെയ്യുക, 2,118 2,110 സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കിയേ? 17Xന്ന് 16X സബ്ട്രാക്ട് ചെയ്താൽ 1X, 16Yന്ന് 17Y സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 16 17 ചെയ്യുമ്പോൾ നെഗറ്റീവ് 1Y ഈക്വൽ ടു 70 എന്നൊരു ഇക്വേഷൻ. X മൈനസ് Y ഈക്വൽ ടു 70. അപ്പോൾ നോക്കിയേ, X പ്ലസ് Y 130, X മൈനസ് Y 70. X പ്ലസ് Yയും X മൈനസ് Yയും കിട്ടിക്കഴിഞ്ഞാൽ
എളുപ്പത്തിൽ എക്സും വൈയും കണ്ടുപിടിക്കുന്ന ഒരു രീതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കൂടി ആഡ് ചെയ്തിട്ട് ഹാഫ് എടുത്താൽ വി ഗെറ്റ് എക്സ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 130 പ്ലസ് 70/2. 130 പ്ലസ് 70 എന്ന് പറഞ്ഞാൽ 200/2, ദാറ്റ് ഈസ് 100. എക്സ് ഈക്വൽ ടു 100. ഏറ്റവും എളുപ്പമുള്ള രീതിയാണ്. എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും അറിയാമെങ്കിൽ എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈയും കൂടി ആഡ് ചെയ്ത് ഹാഫ് എടുക്കുന്നതായിരിക്കും എക്സ്. അപ്പോൾ 130 70 കൂടി ആഡ് ചെയ്തു 200 കിട്ടി. 200/2 100 ആണ് എക്സ്. എക്സ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. ഇനി നമുക്ക് വൈ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ അറിയാമെങ്കിൽ വൈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സ് പ്ലസ് വൈ എന്ന് എക്സ് മൈനസ് വൈ സബ്ട്രാക്ട് ചെയ്യണം. സോറി, എക്സ് പ്ലസ് വൈ 130 ആണ്. എക്സ് മൈനസ് വൈ എത്രയാണ്? എക്സ് മൈനസ് വൈ എന്നുള്ള 70 ആണ്. അപ്പോൾ 130 70 കുറച്ചിട്ട് എന്ത് ചെയ്യണം? ഹാഫ് എടുക്കണം. 130 70 സബ്ട്രാക്ട് ചെയ്ത് /2 എടുക്കുമ്പോഴാണ് നമുക്ക് y കിട്ടുക. അപ്പോൾ y is equal to 30 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് വൺ ട്രോഫി ആയിരുന്നു. y എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് വൺ മെഡലായിരുന്നു. അപ്പോൾ കോസ്റ്റ് ഓഫ് വൺ ട്രോഫി is equal to 100 rupees. കോസ്റ്റ് ഓഫ് വൺ മെഡൽ is equal to 30 rupees. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ വരുന്ന പ്രോബ്ലത്തെ കോഎഫിഷ്യന്റ് ഇങ്ങനെ തിരിഞ്ഞു വരുന്ന പ്രോബ്ലത്തിൽ എളുപ്പത്തിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഒരു എളുപ്പ വഴിയാണ് ഇങ്ങനെ വരുന്നത്. രണ്ടും ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. ഇപ്പോൾ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കിട്ടും. എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കിട്ടിക്കഴിഞ്ഞാൽ എക്സും വൈയും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.